ദൈവമേ, ഞാൻ നിൻ സവിധി കൂപ്പുകൈകളുമായിന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപയിന്നിൽ തൂകണമേ. ദൈവമേ, ഞാൻ നിൻ സവിധി കൂപ്പുകൈകളുമായിന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപയിന്നിൽ തൂകണമേ. സർവജ്ഞാനത്തിനുറവിടമാം ദേവാ, നീ നിന്റെ ജ്ഞാനത്താൽ എന്നിൽ നിറച്ചിടണമേ. ഞാൻ ചെയ്യും കർമ്മങ്ങൾ നിൻ കൃപയാലാകണമേ. എൻ്റെ ബീജികളിൽ നീ ദീപമായി ദീപമായിടണേ. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ഫോൻസി ഫ്രാൻസിസ്, വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ രാജി ഹരി, HOD-മാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹപ്രവർത്തകരെ, ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഒരുപാട് ശീലങ്ങളും പതിവുകളും നമുക്ക് മാറ്റിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. ആഘോഷങ്ങളും കൂട്ടായ്മകളും ഒത്തുചേരലുകളും ഉപേക്ഷിക്കുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്യേണ്ടി വന്നിരിക്കുന്നു. അതോടൊപ്പം മുമ്പില്ലാത്ത പുതിയ ശീലങ്ങളും പതിവുകളും സ്വീകരിക്കേണ്ടിയും വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ചെയ്യേണ്ടി വന്നത്. ഏതു മാർഗത്തിലായാലും ക്രിസ്മസ് നൽകുന്ന സന്ദേശത്തിന് മാറ്റമൊന്നുമില്ല. അത് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഒക്കെ പാഠങ്ങൾ തന്നെയാണ് പകർന്നു നൽകുന്നത്. ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസ് ആഘോഷ കൂട്ടായ്മയായ ഒരുമ 2020 ആദ്യമായി എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് ക്രിസ്മസ് സന്ദേശം നൽകുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ഫോൻസി ഫ്രാൻസിസിനെ ആദ്യമായി ഈ പരിപാടിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ രാജി ഹരി, HOD-മാർ എന്നിവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഏത് പരിപാടിയുടെയും ചൈതന്യം കുട്ടികളായ നിങ്ങളാണ്. എല്ലാ പ്രിയ വിദ്യാർത്ഥികളെയും ഒപ്പം എന്റെ സഹപ്രവർത്തകരെയും ഒരുമ 2020 ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ടും എല്ലാവർക്കും ആഹ്ലാദകരമായ ക്രിസ്മസ് നവത്സരാശംസകൾ നേർന്നുകൊണ്ടും നിർത്തുന്നു. നന്ദി. ഡിയർ സ്റ്റാഫ് മെമ്പേഴ്സ് ആൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ്, സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതീക്ഷകൾ പകർന്നു തന്നുകൊണ്ട് ഒരു ക്രിസ്മസ് കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഏറ്റവും എളിയവരിൽ എളിയവനായി ക്രിസ്തു ജനിച്ചു. ക്രിസ്തുവിൻ്റെ ബാല്യകാലത്തെപ്പറ്റി ഇങ്ങനെയാണ് പറയുന്നത്: ക്രിസ്തു മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചു. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്കിപ്പോൾ പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുന്ന കാലമാണ്, ചെറുപ്പകാലമാണ്. മാതാപിതാക്കൾക്കും അധ്യാപകർക്കും വിധേയരായിട്ട് ജീവിക്കാനുള്ള ഒരു കാലഘട്ടം തന്നെയാണിത്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം ക്രിസ്തു നമ്മളോട് പറഞ്ഞത്, ഞാൻ വഴിയാണ്, സത്യമാണ്, ജീവനാണ്, നന്മയാണ്, സ്നേഹമാണ്, കരുണയാണ്. എന്ന് ഈ കരുണ, നന്മ, സത്യം എല്ലാം നമ്മിലുണ്ടാകുന്നു. അന്ന് നമ്മിൽ ഈശ്വരനുണ്ട് എന്ന് തിരിച്ചറിവിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. 2020 ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത, അതായത് മറ്റുള്ളവരിൽ നമുക്ക് എന്ത് അവശേഷിപ്പിച്ചിട്ട് പോകാൻ സാധിക്കും. നമ്മളുമായി ഇടപഴകുന്നവരിൽ, നമ്മളുടെ സുഹൃത്തുക്കളിൽ, നമ്മളുടെ അധ്യാപകരിൽ, നമ്മളുടെ സ്നേഹിതരിൽ എല്ലാം, അല്ലെങ്കിൽ വിദ്യാർത്ഥികളിൽ നമുക്ക് എന്ത് അവശേഷിപ്പിച്ചിട്ട് പോകാൻ കഴിയും നമ്മുടെ പ്രവൃത്തികൾ വഴി. ക്രിസ്തു നമുക്കറിയാം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്ത് മാത്രം ജീവിച്ച വ്യക്തിയാണ്. രോഗികളെ സുഖപ്പെടുത്തി മറ്റുള്ളവരോട് നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു ജീവിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ യേശുവിൻ്റെ മരണം നമുക്കറിയാം.
യേശുവിന് കുരിശുമരണമാണ് വിധിക്കപ്പെട്ടത്. ഇതിൻ്റെ മറുവശം എന്ന് പറയുന്നത് യേശുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന രാജാക്കന്മാർ, മറ്റു പ്രമാണികൾ, അവർ ജീവിച്ചിരുന്ന കാലത്തിൽ ഏറ്റവും പ്രതാപത്തോടു കൂടി ജീവിച്ചവരാണ്. മറ്റുള്ളവരിൽ നിന്ന് ഏറ്റവും സ്നേഹവും ബഹുമാനവും എല്ലാം സ്വീകരിച്ച് ജീവിച്ചിരുന്നവരാണ്. പക്ഷേ യേശു എന്ത് നമ്മിൽ അവശേഷിപ്പിച്ചിട്ട് പോയി, മറ്റുള്ളവർ നമ്മിൽ എന്ത് അവശേഷിപ്പിച്ചിട്ട് പോയി നമുക്കറിയാം. ഈ 2000 വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ ക്രിസ്മസ് ഏറ്റവും സന്തോഷത്തോടുകൂടി ആഘോഷിക്കുന്നുണ്ടെങ്കിൽ യേശു നമ്മിൽ അവശേഷിപ്പിച്ചിട്ട് പോയ നന്മയും കരുണയും സത്യവും ഒക്കെ കൊണ്ട് തന്നെയാണ്. നമ്മളുമായിട്ട് ഇടപഴകുന്നവരിലും, നമ്മുടെ സ്നേഹിതരിലും, നമ്മുടെ വിദ്യാർത്ഥികളിലും, നമ്മുടെ അധ്യാപകരിലും ഈ ഒരു നന്മ നമ്മളിൽ അവശേഷിപ്പിച്ചിട്ട് പോകാൻ നമുക്ക് കഴിയണം. നമ്മുടെ പ്രവൃത്തികളിലൂടെ നമുക്കത് സാധിക്കണം. ഈ ഒരു ചിന്തയാണ് ഞാൻ പെട്ടെന്ന് ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എൻ്റെ മനസ്സിലേക്ക് വന്നത്. എങ്ങനെയും ഏറ്റവും സ്നേഹപൂർവ്വം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു. താങ്ക് യു വെരി മച്ച്. Respected Principal, HODs of various departments, staff coordinator, my colleagues and my dear students. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും പ്രകാശത്തിൻ്റെ പ്രത്യാശ പരത്തിക്കൊണ്ട് ഒരു ക്രിസ്തുമസ് കൂടെ വരവായി. ലോകത്തിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതീകമാണ് ഓരോ ക്രിസ്തുമസും. എന്നാൽ ഈ വർഷത്തെ ക്രിസ്മസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് നമ്മുടെ ഉള്ളിലൊരു തിരിച്ചറിവിൻ്റെ അല്ലെങ്കിൽ ഒരു തിരിച്ചു വരവിൻ്റെ പ്രത്യാശയാണ് ഉണർത്തുന്നത്. ലോകത്തിലെ ഓരോ ചെറിയ കണങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ ചെറിയ വസ്തുവിനും, നമ്മൾ വളരെ നിസ്സാരമെന്ന് കരുതി തള്ളി മാറ്റുന്ന ഓരോ ചെറിയ വസ്തുവിനും ഒരു വലിയ മാറ്റം കൊണ്ടുവരാനുള്ള കഴിവുണ്ടാവും. നമുക്ക് വലിയ മലയുടെ മുകളിൽ നോക്കിയാൽ അറിയാം, ഒരു ചെറിയ കല്ല് അല്ലെങ്കിൽ ചെറിയ പാറക്കഷ്ണമായിരിക്കും ഒരു വലിയ പാറയെ താഴെ വീഴാതെ താങ്ങി നിർത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സൂക്ഷ്മ കണങ്ങൾ, നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ പറ്റാത്ത വളരെ ചെറിയ ഒരു സൂക്ഷ്മ കണമാണ് ഇന്ന് ലോകം മുഴുവൻ മാറ്റിമറിക്കുന്ന, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ താളം തെറ്റിക്കുന്ന ഒരു മഹാമാരിയായി പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് തന്നെ അറിയാം, ഇത്രയും കഴിവും ഇത്രയും ശക്തിയുള്ള നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ മനസ്സ് വെച്ചാൽ ഈ ലോകത്തെ മുഴുവൻ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം ശാന്തിയിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ഏറ്റവും വിജയത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. നമ്മളെ കൊണ്ടല്ല, നമ്മളിൽ നിന്നും കാണാൻ പറ്റാത്ത ഒരു ചെറിയ കണത്തിന് ഈ ലോകത്തെ മുഴുവൻ ഇത്രയും മാറ്റിമറിക്കാൻ പറ്റുമെങ്കിൽ നമ്മളെപ്പോലുള്ള നമ്മളിൽ ഓരോരുത്തർക്കും ഈ ലോകത്തിന് ഏറ്റവും നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഈ തിരിച്ചറിവാണ് ഈ ഒരു ക്രിസ്മസ് കാലത്ത് നിങ്ങളിൽ ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെല്ലാവരും ഏറ്റവും സന്തോഷപൂർവ്വം ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ നമ്മുടെ ക്യാമ്പസിൽ ഉണ്ടാകണം എന്ന് തന്നെയായിരുന്നു മനസ്സിലാഗ്രഹം. പക്ഷെ അതിനുള്ള അവസരം ഇപ്പോഴും നമുക്ക് വന്നിട്ടില്ല. ഒരു തിരിച്ചു വരവ് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യരും ഈ ലോകത്തുണ്ടാവില്ല. നമുക്ക് ഓരോ പ്രവാസിയോടും ചോദിച്ചാൽ നമുക്ക് ഇതിനുള്ള ഉത്തരം കിട്ടും. തിരിച്ചു വരവ് എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിൽ ആഗ്രഹമാണ്. അപ്പോൾ ഈ ഒരു ക്രിസ്തുമസ് നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിവിൻ്റെയും തിരിച്ചു വരവിൻ്റെയും ആകട്ടെ എന്നുള്ള പ്രത്യാശയോടെ നമുക്ക് ആഗ്രഹിക്കാം. തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ തിന്മയുടെ മേൽ നന്മയുടെ വിജയം കൈവരിച്ച ഉണ്ണീശോ പിറന്ന നാളാണ് ക്രിസ്തുമസ്. ദൈവം മനുഷ്യനായി അവതാരം കൊടുത്ത ലോകത്തിലെ ഓരോ ജനങ്ങൾക്കും ശാന്തിയും സമാധാനവും സ്നേഹവും നൽകാൻ വേണ്ടി ദൈവം എടുത്ത മനുഷ്യ അവതാരമാണ് ഉണ്ണീശോ. ആ ജനനത്തില് പുൽക്കൂട്ടിൽ ജനിച്ചു കിടക്കുന്ന ഉണ്ണീശോയെ ആയിരക്കണക്കിന് താരങ്ങൾ, നക്ഷത്രങ്ങൾ നോക്കി നിന്നു എന്നാ പറയണേ. അതിന് പ്രതീകമായിട്ടാണ്, ഒരു പ്രതീകമായിട്ടാണ് ലോകം മുഴുവൻ നമ്മൾ നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിക്കുന്നതും ഭൂമിയെ മൊത്തം നക്ഷത്ര നഗരങ്ങളും നക്ഷത്ര ഗ്രാമങ്ങളുമാക്കി നമ്മൾ മാറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഓരോ ജനങ്ങളുടെയും ഈ ഒരു ശാന്തിയും സമാധാനവും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി
ഈ ഒരു ക്രിസ്തുമസ് നമുക്കൊരു നല്ല കാലഘട്ടമാകട്ടെ എന്ന് മനസ്സിൽ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഓരോ കുട്ടികൾക്കും തിന്മയിൽ നിന്ന് നന്മയെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകട്ടെ. തിന്മയുടെ പാതയിൽ സഞ്ചരിക്കുന്നവർക്ക് നന്മയിലേക്ക് എത്താനുള്ള ഒരു തിരിച്ചറിവ് കൂടി ആകട്ടെ, അല്ലെങ്കിൽ തിരിച്ചു വരവ് കൂടി ആകട്ടെ ഈ ക്രിസ്മസ് കാലം എന്ന് മനസ്സിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും മനസ്സ് നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. Chairman of METS Group of Institutes, Dr. Shaju Anthony Ainikal, respected Principal Dr. Fonsi Francis, beloved colleagues and my dear students. This is the season of cakes, carols, stars and bells. Yes, we are in the Christmas season to denote the birth of Jesus Christ, the Son of God. Jesus Christ was born to Virgin Mary to save the entire mankind from sin. Angels in the sky praised his birth. No one in the history has ever born, is present today, or will never born again, who has created a stamp in the history by dividing the time before him and after him. He was born in a manger, not in a palace. His kingdom was in the heaven, not on earth. He conquered the entire world with love, not with weapons. He was born to serve others. He washed the feet of his disciples, and he never wished to be served. He suffered and was crucified to save the mankind, not to protect his self-interest. He conquered death by resurrection. He is living today to protect and save us. 10 characteristics we have to learn from Jesus Christ. The first one was be faithful. Jesus Christ was faithful throughout his life. Be prayerful. Before every action, he used to pray to the Father in heaven. Be patient. How many times he said? 770. He was loving, unconditional love. He loved the marginalized. He loved the sinners. Giving. He used to give. He healed the sick, spread the gospel. He was obedient. Jesus Christ was so humble. He came to this earth and lived as a man. He comes to the altar when the Holy Mass is being celebrated. He is so wise throughout his preachings. He was so virtuous. He avoids sin and repents whenever he is tempted so. At Gethsemane, he said, Father, let your wish be done. The last one, forgive. In the cross, he said, Father, forgive them, for they know not what they do. So these 10 characteristics of Jesus Christ, we can try to practice in our life. We can take a pledge to practice these in our life. Amen. Respected principal, my dear colleagues and my dearest students, we are here to celebrate Christmas. Christmas is the story of God becoming man. It is the story of God's great love for you and for me. No matter how far the distance, Christmas always brings us together. May the joy shine on you this season and throughout the year. I wish you a very happy Christmas. May the joy and wonder of the season be yours. Thank you. ബഹുമാനപ്പെട്ട ചെയർമാൻ,
പ്രിൻസിപ്പൽ, പ്രിയ വിദ്യാർത്ഥികളെ, സഹപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊള്ളുന്നു. Hi all, as you all know, we have come to the end of this year 2020 and we are celebrating Christmas. Christmas is the season of joy and happiness, and I wish that you all get whatever you want for you and your family, especially happiness. So I wish you again a wonderful Christmas and a rocking New Year. Thank you. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Good tidings we bring to you and you. We wish you a Merry Christmas and a Happy New Year. Oh, bring us a bigger birthday. Oh, bring us a bigger birthday. Oh, bring us a bigger birthday and happy right here. Good tidings we bring to you and you. We wish you a Merry Christmas and a Happy New Year. Oh, hi, what's your name? Well, that's my favorite name. I'm so glad. Well, Christmas is a season for kindling, the fire for hospitality in the heart, the usual flame of charity in the heart. So guys, stay home, stay safe. I wish Merry Christmas and Happy New Year.
കണ്ടു ദൂരെ അങ്ങ് വിണ്ണിൽ മിന്നും ഒരു താരം വന്നു വാനിൽ. കേട്ടു കാതിൽ നിന്നിൽ നിന്നും വാനദൂതർ പാടും നാദം രാവിൽ. താരാജാലം ഏറ്റുപാടി സ്നേഹഗീതം നിലരാവിൽ. ഉണ്ണീശു പിറന്നു ഈശോ
എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, HODs, എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ നമ്മുടെ ചെറിയ രീതിയിലുള്ള ക്രിസ്മസ് സെലിബ്രേഷൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം വളരെ നന്നായി അവതരിപ്പിക്കാൻ നമുക്ക് എല്ലാവിധ സഹകരണങ്ങളും തന്ന് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ മാമിന് ഞാൻ നന്ദി അറിയിക്കുന്നു. അടുത്തതായി എനിക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ HODമാരോടാണ്. നല്ല ക്രിസ്മസ് സന്ദേശങ്ങളും ആശംസകളും അറിയിച്ച് അവർ സംസാരിച്ചിരുന്നു. എല്ലാ HODമാർക്കും എൻ്റെ നന്ദി, നമസ്കാരം. അടുത്തതായി എനിക്ക് നന്ദി പറയാനുള്ളത് ഇന്നിവിടെ പ്രോഗ്രാംസ് അവതരിപ്പിച്ച വിദ്യാർത്ഥികളോടാണ്. വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് വളരെയധികം സപ്പോർട്ടാണ് അവർ തന്നിട്ടുള്ളത്. നമ്മൾ ഈ പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ വളരെയധികം ഇൻട്രസ്റ്റ് ആയിരുന്നു അവർക്ക്. എന്ത് ചെയ്യണം മിസ്സേ, എങ്ങനെ ചെയ്യണം മിസ്സേ, അത് പറയുമ്പോഴേക്കും അവർ വളരെയധികം ഇനീഷ്യേറ്റീവ് എടുത്ത് പ്രോഗ്രാംസ് അയച്ചു തന്നു. അപ്പം അവർക്ക് എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ അവരെ ഇതിനു വേണ്ടി മോട്ടിവേറ്റ് ചെയ്ത മെന്റേഴ്സിനും പ്രത്യേകം ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Wish you a Merry Christmas and Happy New Year. Hi, I'm Muhammad Aslam and Happy Christmas for all BCA students 2020. Merry Christmas.